ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ച നടൻ സിദ്ദിഖ്. നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള പോലീസിനെ ഇട്ട് വട്ടം കറക്കിയ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ നടൻ സിദ്ദിഖ്. എന്തായാലും അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ആശ്വാസം എന്ന രീതിയിലുള്ളൊരു ജാമ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ആഴ്ചത്തേക്ക് അദ്ദേഹത്തിന് പേടിക്കേണ്ട കാര്യങ്ങൾ. അതിൻ്റെ കേസിൻ്റെ വശങ്ങൾ പോകണം. SIT ഒത്തുകളിച്ചു, അതുപോലെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് അദ്ദേഹം ജാമ്യം എടുത്ത് വെളിയിൽ വന്നേക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞ് ഒരു പക്ഷേ കേരളത്തിലെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ളവർ സംശയിച്ചു കാണും, ഈ ഒരൊറ്റ നടിക്ക് വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അവർ മാത്രമാണ് ഓരോ ദിവസം ഓരോ ചാനൽ ഓരോ ആരോപണമായി വരുന്നു. എങ്ങനെ മുകേഷ്, ജയസൂര്യ, അങ്ങനെ തുടങ്ങി എന്തിന് 6-7 പേര്, ഇപ്പം ബാലേന്ദ്രമേനോൻ സാറിന് ഉൾപ്പെടെയുള്ളവരൊക്കെ, മരിച്ചുപോയ കലാഭവൻ മണി, ജാഫർ ഇടുക്കി. ഇതിലെന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മലയാള സിനിമയിൽ പീഡനം നടന്നിട്ടുമുണ്ട്. അപ്പം ഇതിനകത്തിൽ കുറച്ച് പേരെങ്കിലും ഇതിനകത്തിൽ സംഭവം സത്യം കാണും. അതിനിപ്പം കോടതിയും ഒക്കെ തീരുമാനിക്കട്ടെ. പക്ഷേ ഇവരുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് കഴിഞ്ഞ ഒരു പാസ്റ്റ് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ആ സ്ഥലത്തും പോയിട്ടുണ്ട്, അല്ലാതെ ഇവരെ ആരെയും തട്ടിക്കൊണ്ടുപോയതോ വിളിച്ചു കൊണ്ടുപോയതോ ഒന്നുമല്ല. ഇപ്പോൾ കലാഭവൻമണിയുടെ വീട്ടിലേക്ക് ഇവർ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ജാഫർ ഇടുക്കിന്റെ കൂടെയാണ് പോയത്. ജാഫർ ഇടുക്കി ഇവരുടെ കാറിലാണ് പോയിരിക്കുന്നത്. ഈ സ്ത്രീയാണ് സ്വയം ഡ്രൈവ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴും വെള്ളരി പാർട്ടിയാണ്, അല്ലെങ്കിൽ കലാഭവൻമണി എന്നോട് പേഴ്സണൽ ഇതുണ്ടോ ചോദിച്ചു. അല്ല, എനിക്ക് മനസ്സിലാകാതുകൊണ്ട് ചോദിക്കുകയാണ്. അതിനും മാത്രം എന്ത് തേങ്ങയാണ് ഇവർക്കുള്ളത്? അവരുടെ കുടുംബത്തിലെ ഈ നോനോനോ ചേച്ചിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ, സ്വന്തം സഹോദരിയെ കൊണ്ടുവന്ന് മദ്രാസിൽ, അതായത് കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അവരോ പോയിട്ടുണ്ടായിരിക്കും, പക്ഷേ അവരിപ്പം ആ രീതിയിലുള്ള ഒരു പോക്സോ കേസിലും ഈ നോനോ ചേച്ചി പെട്ടിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. സന്തോഷ് മാധവൻ അടക്കമുള്ള വിവാദ സന്യാസിമാരുമായിട്ടുള്ള ബന്ധമുണ്ട്. അതുപോലത്തെ സന്തോഷ് മാധവനെ അറിയാലോ. സന്തോഷ് മാധവൻ ഇവർ പരിചയപ്പെട്ടത് എന്തിനായിരിക്കാം? സന്തോഷ് മാധവൻ എന്തിനാണ് ജയിലിൽ കിടന്നിരിക്കുന്നത്? പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ചതിനാണ്. അതുപോലെ തന്നെയാണ് ഈ സ്ത്രീയെ ഇനിയും കൂട്ടിക്കൊടുക്കാൻ പോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തൊക്കെയായാലും സന്തോഷ് മാധവൻ കേസിൽ ഇവരെ പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവർ നല്ല തികഞ്ഞ ഒരു ഫ്രോഡ് തന്നെയാണ്. ഒരിക്കലും നല്ല ഒരു സ്ത്രീയല്ല. അതായത് എല്ലാം ഒരു ഫ്രോഡാണ് ഇവര്. അതുകൊണ്ട് തന്നെ ഇവർ പലതും പറയുമെന്നുള്ളതാണ്. നമ്മൾ ഈ നോനോ ചേച്ചി അഭിനയിച്ചേക്കുന്ന 2 മലയാള പടത്തിൽ, പക്ഷേ ഒരു 50 വർഷം മുൻപുള്ള എല്ലാ നടന്മാരുടെ പേരും പീഡനം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഇതൊക്കെ ആരാണ് വിശ്വസിക്കുന്നത്? ഇവരുടെ ഉദ്ദേശങ്ങളൊക്കെ നമ്മൾ കുറേ കേട്ടതാണ്. നമുക്ക് അറിയാം, പൈസ തന്നില്ല, പീഡിപ്പിച്ചു, പൈസ തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചാനലിൽ വന്നിരുന്നു ഓപ്പണായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ ആ ചാനൽ ന്യൂസ് കേട്ടവർക്ക് തന്നെ മനസ്സിലാവും. പിന്നെ ഇപ്പം 2 മന്ത്രിമാർ, 17 ഭരണകക്ഷി MLA മാർ, ഇവർക്ക് എന്താ ഇവരുടെ ലക്ഷ്യമെന്നുള്ളത്? ഇവർക്ക് പിന്നിൽ ആരെങ്കിലും ഒരു കരുത്തരായ ഒരു അഡ്വക്കേറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം എന്തൊക്കെയോ ഇനിയും ഇവരെ പുറത്തേക്ക് ഈ രീതിയിൽ ആരോപണമായിട്ട് വരുന്നതിന് അതുകൂടി അന്വേഷിക്കേണ്ട അത്യാവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആകെ അഭിനയിച്ചിരിക്കുന്നത് 1-2 സിനിമയാണ്. പക്ഷേ ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ സകല നടന്മാരും, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലെ 17 ഭരണകക്ഷി MLA മാർ, 2 മന്ത്രിമാർ, ഭാഗ്യത്തിന് കേന്ദ്രത്തിൽ ആരുമില്ല, രക്ഷപ്പെട്ട അവിടുന്ന്. അവസാനമായിട്ട് നമുക്കറിയാം, ബാലേന്ദ്രമേനോനെ ഡയറക്റ്റല്ല വിളിച്ചേക്കുന്നത്, ബാലേന്ദ്രമേനോൻ്റെ ഭാര്യയുടെ ഫോണിലേക്കാണ് വിളിച്ചേക്കുന്നത്. ഒരു മുന്നറിയിപ്പ്, 3 പേര് മൊഴി കൊടുക്കും. അല്ല, എനിക്കറിയാൻ വേണ്ടിയിട്ട് ഒരു അഡ്വക്കേറ്റ് ഈ പ്രതിഭാഗത്തെ വിളിച്ച് എന്തിനാ മുൻകൂട്ടി പറയുന്നത്? അതൊന്ന് അറിയിക്കാനാണ്. അങ്ങനൊരു സംഭവം കേരളത്തിലൊരു, എനിക്കറിയില്ല, ഒരു കീഴ്വഴക്കമുണ്ടോ?
ഈ വാദിഭാഗത്തിൻ്റെ വക്കീലെ വിളിച്ച് പ്രതിഭാഗത്തിനോട് ഇങ്ങനൊരു കേസ് വരുന്നുണ്ട്, ഒന്ന് മുൻകരുതലൊക്കെ എടുത്തോണമെന്ന് പറയാനാണെന്ന്. അത് തന്നെ ഒരു വിചിത്രമായ സംഭവമാണ്. ഏതായാലും ബാലേന്ദ്രമേനോന് തിരിച്ച് ശരിക്കും പണി കൊടുത്തിട്ടുണ്ട്. അതിൽ ബാലചന്ദ്ര മേനോൻ ഇപ്പം മുന്നോട്ട് വന്നിട്ടുണ്ട് കേസ് കൊടുത്തിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേനോന്റെ പേര് പറയുന്നതിന്റെ തലേ ദിവസം ഇവരുടെ വക്കീൽ ഇയാളെ വിളിച്ചു പൈസ ചോദിച്ചു എന്നാണ് മേനോൻ പറയുന്നത്. അതായത് നാളെ ഇനി നിങ്ങളുടെ പേരാണ് പറയാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കും നാളത്തെ താരം എന്നുള്ള തരത്തിൽ, അപ്പോൾ ഇനി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അത് കൊടുക്കാൻ ബാലചന്ദ്ര മേനോൻ തയ്യാറായില്ല. ഈ നോനോ ചേച്ചി കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ്. നമുക്കെല്ലാം അറിയാം, കേരളത്തിലൊരു പ്രമാദമായ കേസ് സന്തോഷ് മാധവൻ കേസ് എല്ലാവർക്കും അറിയാം. അതിൽ പോലീസ് തപ്പി വന്ന ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഈ നോനോ ചേച്ചിക്കെതിരെ അതിൻ്റെ തെളിവ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ശബ്ദരേഖ നിങ്ങളൊക്കെ കുറച്ച് പേരെങ്കിലും കേട്ട് കാണും. അപ്പം അവർ പറയുന്നത് ഇവരൊരു സന്തോഷ് മാധവനെയൊക്കെ ഈ സഹായിച്ചുകൊണ്ടിരുന്ന പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്തുകൊണ്ടിരുന്ന ഒരു നടിയായിരുന്നു എന്നാണ് ഇവർ. 2 സൂപ്പർ സ്റ്റാറുകളുമുണ്ട്. അതായത് ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചൊരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം നമുക്കൊരു സംശയമായി. 2 സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മമ്മൂക്കയാണ്, അല്ലെങ്കിൽ ഒന്ന് പിന്നെ നമ്മുടെ എന്താ പറയുക മോഹൻലാലാണ്, അതുപോലെ തന്നെ ഒന്ന് സുരേഷ് ഗോപിയാണ്. ഇവരിൽ ആരായിരിക്കാം? വരും ദിവസങ്ങളിൽ ഈ നോനോ ചേച്ചി ആരോപണമായിട്ട് വരാൻ ഇനി സാധ്യതയില്ല. ഇനിയുള്ള ലിസ്റ്റുകളെല്ലാം പെൻഡിങ് വെക്കും. ചേച്ചി ഒളിവിലാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒളിവിലാണ്, പൊട്ടി കരയാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ ഒരു വക്കീലിൻ്റെ മുന്നിൽ 164 പറയാൻ കുറേ പേര് 60 പേരോളം ഇപ്പോൾ കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നു. പക്ഷേ ഇതുമായിട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളവരെല്ലാം ഇതിൻ്റെ പിന്നിൽ എത്രത്തോളം സതുദ്ദേശമുണ്ടെന്നും മലയാള സിനിമയും മലയാള സിനിമയിലെ നല്ല അഭിനേതാക്കളെ കൂടെ അപകീർത്തിപ്പെടുത്തി നശിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് ഇപ്പോൾ പോകുന്നതായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിനെല്ലാം ഒരു അറുതി വരുന്ന കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.